എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആക്ച്വലി നമ്മൾ തൊടുപുഴ കാളിയാർ എസ്റ്റേറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കേരള MTB സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് റേസ് ആയിരുന്നു കേട്ടോ ഈ സ്റ്റേറ്റ് റേസ്. അപ്പോൾ ഇവിടെ നമുക്ക് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ ഫുള്ള് മാസ്റ്റാർട്ടാണെന്നാണ് പറഞ്ഞത്. ഓരോരോ ഇതുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാട്ടോ. എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്ന ഈ വേട്ടാവളയനാണ്. ഇവനൊരു മൈൻഡ് ഇല്ലാണ്ട് എടാ ഈ ബാഗിൽ വല്ലതും വെച്ചിട്ടുണ്ടോ നീ? ഞാൻ എന്റെ ബാഗ് ഉള്ളിലുണ്ട്. ഉണ്ടല്ലേ? ഈ വെറുതെ ഒന്ന് പിടിച്ചേക്ക് കേട്ടോ. ഹായ്, പേരെന്താ? ബാക്ക് പാനാണ് ജോൽ ജോഷി. എൻ്റെ വീഡിയോ കാണാറുണ്ട്. അടിപൊളി. ബൈക്ക് ചെക്ക് വീഡിയോ. സ്പെഷ്യലൈസ്ഡ് ചിസൽ വണ്ടി 2018 മോഡൽ. സ്പെഷ്യലൈസിന്റെ ഏതാ മോഡൽ? 2018 മോഡൽ ചിസൽ അല്ലേ? ഓക്കെ. റോക്ക് ഷോക്കിന്റെ ഫോർക്ക് 29 വീൽ സൈസ് അല്ലേ? അലോയ് ആണ് ഇത് വരണത്. പിന്നെ ഇത് അലോയ് തന്നെയല്ലേ? ഫുൾ അലോയ് ബൈക്ക്. ഇത് എത്രയുടെ സ്പീഡ് വരുന്നത്? Dior 11 സ്പീഡ്. എൻ്റെ മോനെ ടീത്ത് നോക്കിയ സീന് വയസ്സ് പൊളി. എന്നെ റേസ് കഴിഞ്ഞാ? ഇല്ല, അണ്ടർ 16 പോണുള്ളൂ. പോഡിയം വരും അല്ലേ? സെറ്റ്. ഓൾ ദ ബെസ്റ്റ്. കാണാം. വാ സാർ, ഓരോന്ന് പറഞ്ഞതാ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടല്ലേ. ഇവിടെ അണ്ടർ 14 ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അണ്ടർ 14 മാസ്റ്റാർട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാം. റെഡി ആയി വേണ്ടിയിട്ട് നിൽക്കുള്ളൂ. സോ അണ്ടർ 14 ഇവർക്ക് 2 റൗണ്ട് ഉണ്ടെന്നാണ് കേട്ടത്. കിലോമീറ്റർ ട്രാക്കിൻ്റെ വിവരങ്ങളൊന്നും അറിയില്ല, അതൊന്ന് ചെക്ക് ചെയ്യണം. സോ എത്ര 2.5 കിലോമീറ്റർ ഉണ്ടല്ലേ? 5 കിലോമീറ്റർ ഓൾമോസ്റ്റ് വരും. സോ ഇവരുടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നമസ്കാരം. സുഖമായിട്ട് പോകണം. എപ്പത്തി? ഞാൻ ഇന്നലെ രാത്രി വന്നു അല്ലേ? 2 ദിവസം മുമ്പ് വന്നിരുന്നു കുട്ടികളുടെ. അതെ. ആണോ? അടിപൊളി. ഓക്കെ. ഷാർപ്പായിട്ടുള്ള ടേണിങ്സ് ഒരു 2-3 എണ്ണം ഉണ്ട്. കുറച്ചുണ്ടല്ലേ? അതെ. അതൊക്കെ ഡേഞ്ചറസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ചാലഞ്ചിങ് ട്രാക്സ് ആ രീതിയിൽ. നമ്മുടെ തൊടുപുഴയുള്ള ട്രാക്കിനെക്കാട്ടും അത്രയും ചലഞ്ച് ഒക്കെയല്ല, അത്ര ചലഞ്ചിങ് ഇല്ല. ഡിസ്റ്റൻസും കുറവല്ലേ? മറ്റേത് 6-7 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തൊടുപുഴ ഉണ്ടായിരുന്നു, അത്രയും ഉണ്ടായിരുന്നു. അപ്പൊ അവരിപ്പോ സ്റ്റാർട്ട് ചെയ്യാറായിട്ട് സേഫ് ആയിരുന്നു. ഇത് കുറച്ചുകൂടി വലിയൊരു ബഞ്ചിന് സേഫ് അല്ല. എന്തായാലും നോക്കി നോക്കാട്ടാ. എല്ലാം കൊടുത്തിട്ടുണ്ട്. സെറ്റ്. യെസ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മോനെ കീസ്റ്റോ. അടിപൊളി. അണ്ടർ 14 കുറച്ച് അധികം പിള്ളേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ക്രാഡിയാക്കിൻ്റെ വണ്ടിയൊക്കെ കൊണ്ടുപോകണ്ടല്ലോ. പൊളി. ഇനിയിപ്പോൾ ഇവർക്ക് 2 ലാപ്പുണ്ട്. കറങ്ങി അവർ വരട്ടേട്ടാ. നമുക്ക് ഈ ഓരോരോ ബൈക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ നമുക്ക് ട്രക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. വണ്ടിക്ക് പ്രായമല്ലേ? വണ്ടിക്കൊരു ഇത് ട്രക്കിൻ്റെ പ്രോ കാലിബർ 9.5 ഫുൾ കാർബൺ അല്ല, ഫ്രെയിം മാത്രം കാർബൺ. 1x ക്രാങ്ക് വരുന്നു. Dior ഗ്രൂപ്പ് സെറ്റ് ക്ലച്ചുള്ള മോഡൽ. 11 തന്നെയല്ല വരുന്ന സ്പീഡ്? 12 സ്പീഡ്. സെയിം ആ നേരത്തെ കണ്ട സ്പെഷ്യലൈസിൻ്റെ ആ ഒരു ഇത് തന്നെ കേട്ടോ. സാധനം അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ മറ്റേ ടെക്നോളജി ഇല്ലേ? ഇസോ ഓഫ് കാർബൺ സാധനം ഗൈസ്. എന്നാ പിടിച്ചോ. പിന്നെ നമുക്ക് ഇത് ഏതാ? ബെർഗാമോണ്ടിൻ്റെ ഏതാ? റിവോക്സ് ആണോ ഇത്? ബെർഗാമോണ്ടിൻ്റെ റിവോക്സ് ആണോ? റിവോക്സ് 4 കേട്ടോ. എൻ്റെ മോനെ 29 വീൽ സൈസ്. ഞാനൊരു ബൈക്ക് എടുക്കണ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ല. അതിൽ 29 വീൽ സൈസുകൾ കൂട്ടോ. 29 ഇത്രയും സൈസ് ഉണ്ട്. ഇത്ര സൈസ് എടുത്ത് കഴിഞ്ഞാൽ സീനാണ് കേട്ടോ. ബെർഗാമോണ്ടിൻ്റെ റിവോക്സ് 4 ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഫ്രണ്ടിൽ ഡ്യുവൽ ക്രാങ്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. ഒരെണ്ണം ഇവിടെ ഇതുമേ ചാരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേതാ പറയൂ? സ്കോട്ടിൻ്റെ ആസ്പെക്റ്റ് 970. 970. അടിപൊളി കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ 12 സ്പീഡാണ് കേട്ടോ. സിംഗ്രോസിൻ്റെ ഹാൻഡിൽ ബാർ സീൻ എടുത്തോണ്ട് കുഴപ്പമില്ലല്ലോ. അവിടെ പിന്നെ മലയാളികളാ ട്രിവാൻഡ്രത്തിൽ നിന്നിട്ട് എല്ലാം കൂടി തന്നെ ആട്ടി കൊന്നു കേട്ടോ. ബൈക്ക് തൊടാൻ പാടില്ല ശരിക്കും അവരുടെ. അപ്പോൾ ഇത് സ്കോട്ടിനിക്ക് കളർ ഭയങ്കരമായിട്ട്. ബ്രോൻ്റെ ടീമല്ല,
ക്ലബിലത്തെ അല്ലേ? ഓക്കെ, സ്രാമിൻ്റെ ആണ് വരുന്നത്. സ്രാമിൻ്റെ NX ആണ് വരുന്നത്. ഈ ടീത്ത് കഴിച്ച് ഈ സാധനം കിട്ടാനില്ല 9 സ്പീഡ്. എൻ്റെ ബൈക്കിൽ എന്നിട്ട് ഞാൻ 32-ൻ്റെ ആണ് ടീത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടീത്ത് കണ്ട സീൻ കഴിച്ച് എൻ്റെ പുന്നെ. ഇവിടെ പിന്നെ ട്രക്കിൻ്റെ വേറെ പ്രോ കാലിബർ 9.7 ഇരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി കളർ. ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റപ്പാണ്. ആ ടെക്നോളജിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐസോ സ്പീഡ്, നമ്മുടെ ഐസോ സ്പീഡല്ല ഈ സാധനം കേട്ടോ. ഇത് മറ്റേ ഡോട്ട് ഉണ്ട് 9. അതെ, ഈ ഡോട്ട് ഉള്ളത് അന്ന് വേറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ലിമിറ്റഡ് എഡീഷൻ ആണ് കേട്ടോ. അങ്ങനെയല്ല, 9.7 അങ്ങോട്ട് വരണതാണ് കേട്ടോ ഈ ഡോട്ടുള്ള മോള്. അല്ലേ, ആർക്കെങ്കിലും അറിയോ? ഒന്നുമില്ല, ഒന്ന് മാറ്റി കളഞ്ഞേക്ക്. പിന്നെ ഇവിടെ RBZ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് അടിപൊളി സാധനം, കാണാൻ തന്നെ ഒരു ബ്ലേഡ് പോലെയാണ് ഇതിൻ്റെ. ഇത് കണ്ട സാധനം നോക്കിയേ, സീൻ വേസ് RBZ. അതുപോലെ തന്നെ ലോക്കൗട്ടുകളൊക്കെ വരണ അടിപൊളി സാധനം. ഇതിപ്പോൾ എല്ലാ റേസിനും കാണുന്നതാണ്. ഇവിടെയും അതേ ഇതുണ്ട്. ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ എടുക്കാൻ പറ്റും. എടാ ഒന്ന് പിടിച്ചേടത് ആ വണ്ടി. ഇതാ ഇവിടെ ബ്ലാക്ക് സാധനം RBZ. അതും കാർബൺ സാധനമാണ് കേട്ടോ. കാർബൺ മെറ്റീരിയലായിട്ട് അതും വരുന്നുണ്ട്. സെറ്റ് വൈസ് മാരൻ കൊടുത്തിട്ടില്ലടാ, കൊടുക്കാൻ വേണ്ടി കാത്ത് നിൽക്കുന്നു. ഞാൻ പോസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ കൊടുക്കും. മാരനും കോസ്റ്റ് നിൽക്കും. ഏതാ? RBZ. മെസ്സേജ് ഇട്ടാൽ മതി. പ്രൈസും ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്തിട്ട് തരാം എങ്ങനെയാണെന്ന്. ഇത് ട്രക്കിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. പഴയ ഒരു ഇതാണ്. ട്രക്കിൻ്റെ ആദ്യത്തെ മോഡലായിട്ട് വരും. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ഷെയർ ചെയ്യാം. ആ പിന്നെ നീ എടുത്തോ ഏതാ? നിനക്ക് ഫോട്ടോ ഇല്ല? പോടന്ന്. ഓക്കെ ഇവിടെ മെൻഷൻ ചെയ്തോ? ഓക്കെ, ഇവിടെ ആ ഇത് റൂട്ട് റൗണ്ട് സർക്കിൾ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അണ്ടർ 40 നേരത്തെ പോയില്ലേ, അതാണിപ്പോൾ ഒരു ഏതാ അണ്ടർ 16 നിങ്ങൾ ഇറങ്ങാൻ പോണേ. അടിപൊളി. അവരിത് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഏത് ഇവരുടെ ലാസ്റ്റ് ലാപ്പാ? ഇവർക്ക് 2 ലാപ്പുള്ളൂ കേട്ടോ. 2 ലാപ്പല്ലേ പറഞ്ഞേ? 3 ലാപ്പുണ്ടോ? അങ്ങനെയാണോ? അതെ, 2 ലാപ്പല്ല 3 ലാപ്പാണ്. ഇത് ഓരോരോ വണ്ടികളായിട്ട്. 2 ലാപ്പ് ഗേൾസിനായിരുന്നോ? ആണോ? ഓക്കെ, താങ്ക്സ് ഫോർ ദ ഇൻഫോർമേഷൻ മാൻ. അതെ, ഓരോരുത്തർ കയറി വരുന്നുണ്ട്. ഞാൻ ട്രാക്ക് കണ്ടിട്ടില്ല. ട്രാക്ക് ഒന്ന് പോയി കാണുന്നുണ്ട്. നമ്മുടെ തൊടുപുഴേനെക്കാട്ടും കുറച്ചും കൂടിയും സിമ്പിളാണെന്ന് കേട്ടത്. എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ വല്ല ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അത് പോയി കാണണം കഴിച്ച്. ബാഗ് അവിടെ വെച്ചോ. കുറേ കാലമായിട്ട് ഈ വണ്ടിയൊക്കെ കണ്ടിട്ട് റോക്ക് റൈഡറിൻ്റെ 560 എൻ്റെ പൊന്നെ പണ്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ വേറെ കുറേ വണ്ടികൾ കണ്ട കാരണം ഇപ്പോൾ വലിയ കൗതുകമില്ല. റോക്ക് റൈഡറിൻ്റെ 560 ഇവിടെ ഇരിക്കുന്നുണ്ട്. സീൻ ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഈ വണ്ടി. കാരണം ഇതായിരുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയായിട്ട് അന്നത്തെ കാലത്ത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത്. ഇത് ട്രക്കിൻ്റെ ഇതേവിടെ ലിയോക്സ് വണ്ടി ഇരിക്കുന്നുണ്ട്. ലിയോക്സിൻ്റെ ഒരു MTV ഇരിക്കുന്നുണ്ട്. ഒക്ടെയിൻ റോക്ക് റൈഡർ സെയിം ഇത് വണ്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്കിനി അപ്പുറത്തെ ഇതിലേക്ക് പോകാം. ട്രാക്കിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാം. ഇവരുടെ ഫൈനൽ ലാപ്പാണെന്ന് പറയുന്നുണ്ട്. ഇത് സൺസ്പീഡിൻ്റെ MTV ആണോ ബ്രോ? ബൈക്കൊന്ന് പരിചയപ്പെടുത്തോ? ഹായ്, പേര് നിഹാൽ. എൻ്റെ പേര് ജോയൽ. വീഡിയോ എടുക്കണ കുഴപ്പമില്ലല്ലോ? ഓക്കെ, ഇത് സൺസ്പീഡിൻ്റെ വണ്ടിയാണ് കേട്ടോ. സൺസ്പീഡിൻ്റെ ഇതിൻ്റെ ഗ്രേവല കണ്ടിട്ടുള്ളൂ. ഇത് എങ്ങനെ സ്പെക്ക് വരണ ബ്രോ? എലോയ് ആണോ? എങ്ങനെയാ? ഫ്രെയിം എലോയ വരണേ. സൺസ്പീഡിൻ്റെ എയ്സില്ലേ? ഇവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടല്ലേ? വെയിൽ അടിക്കുമ്പോൾ ഒരു കളർ മാറുന്നുണ്ട് ഇവിടെ. സൺസ്പീഡിൻ്റെ ഞാൻ ആദ്യമായിട്ട് MTV കാണണമെന്നാണ് എൻ്റെ വിശ്വാസം. അറിയില്ല. CST ജാക്ക് റാബിറ്റിൻ്റെ ടയർ, അതുപോലെ തന്നെ 4K ഏതാ വരണേ ബ്രോ? സൺസ്പീഡിൻ്റെ തന്നെ 4K വരണേ അല്ലേ? ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു MTB അല്ല ഗ്രാവൽ ബൈക്കിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ലോക്ക് അൺലോക്ക് എയറാണോ വരണേ? എയറാണ് വരണേ അല്ലേ? എയർ ഫോർക്ക്. പിന്നെ ഇതൊക്കെ ഫുൾ എലോയ വരണത്. എങ്ങനെ വെയിറ്റ് എന്തോരം ഉണ്ടെന്ന് പൊക്കിയിട്ട് എന്തോ ലൂസ് ഉണ്ടല്ലോ. സസ്പെൻഷൻ ആയതല്ല ഞാൻ പൊക്കിയത്. ഓക്കെ. എത്ര ഇത് വരണേ? ഗ്രൂപ്പ് സെറ്റ് ഒക്കെ ഏതാ വരണേ? NX SRAM ഫ്രണ്ടിൽ മാറ്റിയതാണോ അത്? ഡിയോറിന്റെ പ്രോവീലിന്റെ വരണേ അല്ലേ? പ്രോവീലിന്റെ സിംഗിൾ ക്രാങ്ക്. ഇത് അവൻ ഡിയോറിലേക്ക് മോഡിഫൈ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ SRAM NX 11 സ്പീഡ് അല്ലേ? ഓക്കെ, ബാക്കിൽ ഏറ്റവും വലിയ ടീത്ത് 50 ടീത്താണ് കേട്ടോ ബാക്കിൽ വരണത്. എത്ര വരണേ ബ്രോ ഇതിന്? 80,000 വരുന്നുണ്ട്. 80,000. അതിൽ പ്രോവീലിൻ്റെ ക്രാങ്ക് ബാക്കിൽ ഏതായിരുന്നു? SRAM തന്നെയായിരുന്നോ കിട്ടി? സ്റ്റോക്കായിട്ട് വന്നത് SRAM തന്നെയായിരുന്നു. കുഴപ്പമില്ല. പക്ഷെ ഫോർക്ക് നമ്മുടെ സൺസ്പീഡിൻ്റെ തന്നെയാണ്. എത്ര mm? 100 ഉണ്ട്. അത് 100 mm ഫോർക്ക്. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പൊടിച്ചിട്ട്?
അടിപൊളി പെർഫോമൻസ്. റേസും കാര്യങ്ങളൊക്കെ ഓടിക്കാറുണ്ടോ? ഓക്കെ ബ്രോ, താങ്ക് യു. ശരി, ഇതാണ് നമ്മുടെ ഈ ബോർഡ് ഇട്ട്. ഇതിൻ്റെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് 20th സ്റ്റേറ്റ് MTB സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ ഇടുക്കി ഫെബ്രുവരി 10ഉം 11ഉം ഉണ്ടാ. പക്ഷേ 10-ാം തീയതി മാത്രമാണ്, ഇന്ന് മാത്രമാണ് ശരിക്കും ഇവൻറ്റും കാര്യങ്ങളും ഉള്ളതെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ച വരാൻ നിൽക്കുമായിരുന്നത്. 10-ാം തീയതി ഇന്ന് സാറ്റർഡേ ആണ്. സോ ഇവരുടെ റേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ലാപ്പാണ് കേട്ടോ ഇവരുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒടുക്കത്തെ സൗണ്ടാണല്ലോ ബ്രോ. കാണാൻ അറിയോ? അന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അടിപൊളി. അവര് മോട്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവന്റെ സൗണ്ട് ഞാൻ സൈലന്റായി നിന്നതാ. അവരിത് അവരുടെ ലാപ്പ് തീർന്നുകൊണ്ടിരിക്കുക. Under 14. എടാ ഇതിൽ കൂടെ ട്രാക്കാണോ? ഇത് ഈ വരമ്പത്തി കൂടെ ട്രാക്കാണ് കേട്ടോ. എന്റെ മോനെ, അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു അറിവായിരുന്നു കേട്ടോ. എൻ്റെ മോനെ, ഇതായിരുന്നല്ലേ ട്രാക്ക്. സീൻ കേസ് ഞാനും വിചാരിച്ചു ഇവിടെ എന്തിനാ റിബൺ കെട്ടി വെക്കണേന്ന്. ഇത് ഒറ്റ ലൈൻ ട്രാക്കാണ് കേട്ടോ, നടക്കാനുള്ള വഴിയായിരുന്നു. ഞാൻ വിചാരിച്ചു നടക്കാനുള്ളത്. ഇത് അടുത്തൊരു റൈഡർ വരുന്നു കേട്ടോ. കമാൺ കമാൺ കമാൺ. യുണൈറ്റഡിൻ്റെ ഒരു വണ്ടി ആയിട്ടാണ്. എൻ്റെ മോൻ ഇതിൽ കൂടെ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചില്ല ഇത് ട്രാക്കായിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് കാണുന്ന ആൾക്കാർ അങ്ങോട്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കെട്ടി വെക്കണതാണെന്ന് വിചാരിച്ചത്. ഇതേ റൈഡേഴ്സ് വരുന്നുണ്ട് ഓരോരുത്തർ. കമാൺ കമാൺ കമാൺ. ഓ സീൻ ഗൈസ്. ജമ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് റിസ്ക്കാണ് കേട്ടോ. ഈ ദൈവമേ, സീൻ ഗൈസ്. അവർ ജമ്പ് അവിടെ സീനാണ് കേട്ടോ. കാണുമ്പോൾ പേടിയാണ്. പേരെന്താ? ഫാറൂഖ്. ബ്രോന്റെ നിഹാൽ. രണ്ടുപേരും കാണാറുണ്ട് വീഡിയോസും? താങ്ക് യുടാ. അടുത്ത റൈഡേഴ്സ് വരുന്നുണ്ട്. കമാൺ കമാൺ. ഓ സീൻ ഗൈസ്, രക്ഷയില്ല കേട്ടോ. ആ ഭാഗം കുറച്ച് ഇതാണ്. ഹായ്, സബ്സ്ക്രൈബ് പറയണ്ടേ? പേരെന്താ? ആസിഫ്. പേര്? ഫായിസ്. വീഡിയോ കാണാറുണ്ടോ? ദൈവം എന്തേലും പറ്റിയാ? കുറച്ച് വലിയ കുഴിയാണുള്ളത്. സൂക്ഷിച്ച് കിടക്ക്. എന്താണ് പരിപാടി? ഓൾ കേരള ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അമൽ ഫ്രം ഓൾ കേരള. അമൽ ഓൾ കേരള എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു 10 അരമണിക്കൂറായി ഉണ്ടാവും. അരമണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഇതില് ബൈക്കിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുള്ളത്. ശരിക്കും പേരെന്താ? വിഷ്ണു. ഹായ് പറഞ്ഞു. ഹായ്. വീഡിയോയിലുണ്ടാവും. പിന്നെ കഴിഞ്ഞ റേസ് കഴിഞ്ഞാ? ഇല്ല, Under 16. നെക്സ്റ്റ് ആയിരിക്കും. അടുത്താണോ? ഇപ്പൊ Under 14 അല്ലേ നടക്കണേ? അടിപൊളി. അടിപൊളിയായിട്ട് റേസ് സെറ്റ്. എന്താ പേര്? അവിടെ ഫോട്ടോ എടുത്തോ. ജിനോ. കാണാൻ വന്നതാ? റേസ് കാണാൻ വന്നതാ? അടിപൊളി. ബ്രോന്റെ പേര്? ഷാൻ. അടിപൊളി. റേസ് കാണാൻ വന്നതാ? വാ ഫോട്ടോ എടുത്തോ. ഇതൊരു പരിപാടി. അടുത്ത പരിപാടി ഞാനോ അങ്ങനെ ചുറ്റി കറങ്ങിട്ട് നമുക്ക് അവിടെ ബൈക്ക് ഒന്ന് കാണാൻ പോയിരുന്നു. റൗണ്ട് കൊണ്ട് അടിച്ചാലോ? ഈ സൈഡിലത്തെ ബൈക്ക് നമ്മൾ കവർ ചെയ്തിട്ടില്ല. ഇതിലത്തെ പോവാം. ഇതേതായിരുന്നു? മെർലിൻ 5. ബ്രോ ഇതേതാ മോഡൽ? ഏതാ ഇയർ? 22. 23 തൊട്ട് സിംഗിൾ ക്രാങ്ക് ആക്കിയിട്ടില്ലേ? ഇത് 23 തൊട്ട് സിംഗിൾ ക്രാങ്ക് ആക്കിയിട്ടുണ്ട്. ഇത് 2022 മോഡലാണ് കേട്ടോ. മെർലിൻ്റെ 5. അടിപൊളി സാധനമാണ്. ഓൾട്ടസ് ഇതും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഡബിൾ ക്രാങ്ക് അല്ലേ ഇപ്പോൾ വരണേ? ഇപ്പോൾ ഡബിൾ ക്രാങ്കാണ്. ഇത് 2022 സെറ്റ്. ഹായ്. ഓൾ കേരള. ഓ നീയാണ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുള്ളത് അല്ലേ? അടിപൊളി. ആണോ സബ്സ്ക്രൈബർ? ഹായ്. നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഉറപ്പാണോ? എനിക്ക് ക്ഷയിക്കാൻ അല്ല, ഭീഷണിയാണ്. വീണതാണോ? മസിൽ കയറിയതോ? വീണതാ? വീണേൻ്റെ. റോക്ക് റൈഡറിൻ്റെ XC100 തന്നെയല്ലേ? XC100 റോക്ക് റൈഡർ ഏകദേശം
എടാ എത്ര ഉണ്ട് അതില് 1 lakh ഒന്നുമില്ല 80,000 അത്രയും ഉള്ളൂ ഓഫറിന് 8 അല്ലേ ഉള്ളൂ 8 കേട്ടോ ഇപ്പം അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ റോക്ക് റൈഡറിൻ്റെ XC100 ക്രോസ് കൺട്രി ബൈക്ക് ഇവിടെ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഈ സാധനം കാട്ടിയിട്ടുണ്ടായിരുന്നു SRAM ആണ് ഫുള്ള് ഗ്രൂപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു അടിപൊളി വണ്ടി കേട്ടോ ഒരു XC ക്രോസ് കൺട്രി വണ്ടിയാണ് ഫ്രണ്ടിൽ റോക്ക് ഷോക്കിൻ്റെ അല്ല മെനിറ്റോൻ്റെ ഫോർക്കാണ് ഇത് മറ്റേ ഇതുണ്ട് കേട്ടോ ഇതിന് നമ്മുടെ കേബിൾ ആക്ടിവേറ്റഡ് ആണ് ലോക്കും അൺലോക്കും ചെയ്യാൻ വേണം മെക്കാനിക്കൽ ഇതുണ്ട് ഏത് ഇവിടെ കണ്ട നമ്മൾ നോർമലി കൈകൊണ്ടല്ല അതിന് പകരം ഇവിടെ ഹാൻഡിൽ ബാർമ എവിടെയത് അതിൻ്റെ അടിയിൽ ഹാൻഡിൽ ബാർമ ആയിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് നോർമലി ഈ സംഭവം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ നിനക്ക് ഇഷ്ടമാണോ ഈ കേബിൾ ആക്ടിവേറ്റഡ് ലോക്ക് അൺലോക്ക് ചെയ്യണത് യൂസ് ഉണ്ട് പക്ഷേ ബൈക്കിൻ്റെ ലുക്ക് മാറ്റും അത് കുറേ കേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് പേഴ്സണൽ ശീലമായി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ചിലവർക്ക് ശീലമായിട്ടുണ്ടാവും XC ആയതുകൊണ്ട് നല്ല ഉപകാരം നമ്മൾ കൈകൊണ്ട് തിരിക്കുന്ന കണക്ക് ശരിയാ അത് ശരിയാ അത് ഭയങ്കര ഉപകാരം കേട്ടോ പക്ഷെ എൻ്റെ കേസിൽ നമ്മൾ ഈ ഓഫ് റോഡും ഈ ചാടകിലും മറക്കിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി എനിക്ക് മറ്റേതാണ് താല്പര്യം ഇവിടെ ഇത് വേറെ ബെർഗോമോൻ്റെ റിവോക്സ് 3 ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ കണ്ടത് റിവോക്സ് 4 ആയിരുന്നു സ്കോട്ട് ഞാൻ ഒരിക്കലും കണ്ടില്ലല്ലോ സ്കോട്ട് കുറേ നാളെ കണ്ടിട്ട് സ്കോട്ട് നോക്കട്ടെ എടാ സ്കോട്ടിൻ്റെ വല്ലതും കണ്ടോ വണ്ടി സ്കോട്ടിൻ്റെ ഒരെണ്ണം അവിടെ കണ്ടോളൂ സ്കോട്ട് എവിടെ സ്കോട്ടിന് കാണാല്ലേ സ്കോട്ട് വണ്ടികൾ കാണാല്ലേ കുറവാ ഇത് നോർക്കോൻ്റെ റിവോൾവർ കേട്ടോ ബ്രോ ഇത് എവിടെ നിന്ന് ഇറക്കിയത് ബ്രോ സാധനം ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കിയതാ ഇവിടെ കിട്ടില്ല അയ്യോ അല്ല ഇവിടെ കിട്ടില്ല അത് ശരിയാണ് ഇവിടെ ഇല്ല ബാംഗ്ലൂർ സാധനം ഉണ്ട് എങ്ങനെയാ സെക്കൻഡ് ഹാൻഡ് എടുത്താണ് കേട്ടോ എൻ്റെ മോനെ നോർക്കോൻ്റെ റിവോൾവർ എന്ന് പറഞ്ഞ മോഡലാണ് നോർക്കോ ഞാൻ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഈ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നോർക്കോൻ്റെ ഇതെങ്ങനെയാണ് ബ്രോ സ്പെക്ക് വരുന്നത് ക്രോസ് കൺട്രി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടി തന്നെയല്ലേ ഫ്രണ്ടിൽ 100 ഉണ്ട് അത് 100 mm റോക്ക് ഷോക്കിൻ്റെ ഫ്രണ്ടിൽ റോക്ക് ഷോക്കിൻ്റെ 100 mm ഫ്രോക്ക് ഇത് ക്വിക്ക് റിലീസ് വരുന്നത് ത്രൂ ആക്സിലാണ് വരണേ അല്ലേ അതിൻ്റെ ലിവർ വെച്ച് നോക്കണതാണ് നോർമലി ഇത്ര വണ്ടിക്ക് ത്രൂ ആക്സിലാണ് വരാറ് ഫ്രെയിം എന്നിട്ട് വരണേ 10 കിലോ വെയിറ്റ് വരുന്നുണ്ട് അല്ല ഇത് അലോയ് അല്ല വരണേ കാർബൺ ഫ്രെയിമാ കാർബൺ ഫ്രെയിമായി എൻ്റെ മോനെ ഇവിടെ ഇന്റേണൽ കേബിൾ റൂട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇത് റിയറിൽ എത്രയുണ്ട് 100 തന്നെയാണോ ട്രാവൽ വരണേ ഫുള്ള് കാർബണോ വീലും കാർബണാ വരണേ എൻ്റെ മോനെ പൊളിച്ചുവിട്ട് അടിപൊളി നോർക്കോൻ്റെ റിവോൾവർ ഗ്രൂപ്പ് സെറ്റ് ഏതാ ബ്രോ സ്രാമിൻ്റെ തന്നെ ഗ്രൂപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ സീനിയേഴ്സ് ഞാൻ ഒന്ന് പൊക്കി നോക്കട്ടോ എൻ്റെ മോനെ പൊളിച്ച് അടിപൊളി കേട്ടോ ഇത് ലോക്ക് അൺലോക്കും ചെയ്യാൻ പറ്റും അല്ലേ ഇതുമ്പോൾ തന്നെ സെറ്റ് ഇതാ ലോക്ക് അൺലോക്ക് റിമോട്ട് ലോക്കൗട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ അല്ല റിമോട്ട് ലോക്കൗട്ടും അല്ല അതിൻ്റെ പേര് ഇപ്പോഴാണ് കിട്ടിയത് വായിൽ വരുന്നുണ്ടായിരുന്നു അതൊന്ന് വയ്ക്കുമോ DT6 റിമ്മല്ലേ സീൻ DT6 റിമ്മ വരണം കേട്ടോ ഫ്രണ്ടിലും അതന്നെയാ DT6 റിം തന്നെയാണോ ഇവിടെ ബ്രാൻഡിങ് കാണാല്ല DT6 റിമ്മെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് DT6 റിമ്മ് നൈസ് ഗൈസ് എങ്ങനെ സൗണ്ട് ഉണ്ടോ സാധനം ചെറിയതുകൊണ്ട് ഒന്ന് കാട്ടാണ് അതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ അത്യാവശ്യത്തിനുണ്ടല്ലേ നൈസ് ഏതാ ബ്രേക്ക് ഏതാ പറഞ്ഞേ ബ്രേക്ക് ഷിമാനോ തന്നെ ഡിയോർ എക്സിയുടെ ബ്രേക്ക് സെറ്റ് സാധനം ഗൈസ് ഇവിടെ അണ്ടർ 16 ഗേൾസിൻ്റെ ലൈനപ്പാണ് അവരുടെ റേസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ നല്ല മോഡലുണ്ട് കേട്ടോ ഷാഡോൻ്റെ ഇതിൽ 1x ആണ് ക്രാങ്ക് 1/12 അല്ലേ എല്ലാവരും കാണാറുണ്ട് ചാനലേ അടിപൊളി സൈക്കിളല്ല ഞാൻ ബൈക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സൈക്കിൾ ചവിട്ടരുത് ഹാൻഡിലൊക്കെ നല്ല